8 വണ്ടി. അതെ 2008 മോഡൽ സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. അപ്പോൾ അത് സിംഗിൾ ഓണറാണ്. അതെ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ 18 മോഡലാണ്. 2018 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 2007 മോഡലാണ്. 7 വണ്ടി. അതെ 2007 സിംഗിൾ ഓണറാണ്. ഒമിനിയാണ്. ഇത് വരുന്നിട്ട് 2011 മോഡലാണ്. ഈക്കോ കാർഗോ. അതെ ഈക്കോ കാർഗോ ആണ്. ഇത് വന്ന് 2020 മോഡലാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് എക്സ്ട്രാ ആഡ് ചെയ്താണ്. LX ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ശിവശക്തി യൂസ്ഡ് കാർസിലാണ്. അപ്പോൾ നമ്മളോട് വീഡിയോ വരാണ്ട് 1 വർഷമായി. ഇപ്പം അനന്ത് കുറച്ച് ദിവസം ഫ്രീ അല്ലാത്ത കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അനന്ത് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഫുൾ ടൈം നമ്മുടെ ഷോറൂമിലോട്ട് വീണ്ടും തിരിച്ചു ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം പാപ്പനംകോടാണ്. തിരുവനന്തപുരത്ത് നമ്മൾ പാപ്പനംകോട് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെയാണ്. പാപ്പനംകോട് ജംഗ്ഷൻ്റെ സൈഡിലാണ് ശിവശക്തി കാർസ്. അനന്ത് വീഡിയോയുടെ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആവശ്യമാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ കൊടുക്കാം. ഇഷ്ടംമാരെ കൂടുതലും ബഡ്ജറ്റ് കാർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോൺ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 2012 മേളിലോട്ട് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഫണ്ടിങ് നമുക്ക് ചെയ്ത് കൊടുത്തിരാൻ പറ്റും. ഓക്കെ. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ അപ്പോൾ അനന്തോ നമ്മുടെ ഫസ്റ്റ് വണ്ടി വാഗനാർ തുടങ്ങാം അല്ലേ? അതെ വാഗനാറാണ്. ഇത് 2006 മോഡൽ വാഗനാറാണ്. 2006 മോഡലാണ്. ഓക്കെ. അപ്പോൾ 26 പേപ്പർ വരുന്നുണ്ടല്ലോ. 2026 വരെ പേപ്പറിലുണ്ട്. പക്ഷെ വണ്ടി വേറെ എന്തേ വലിയ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ഒരു മൈനർ സ്ക്രാച്ചസ് ഉള്ളൂ. ചെറിയ ബമ്പറിൽ ചെറിയൊരിതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് എക്സ്ട്രാ ആഡ് ചെയ്താണ്. LX ആണ്. പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ. ടയർ കണ്ടീഷൻ എബോവ് 50% ടയർ ഉണ്ട്. ഉണ്ട്. നാലും നല്ല ടയറാണ്. ഓണർഷിപ്പ് വരുമ്പോൾ 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഓവറോൾ നല്ല ഒരു ഒറിജിനാലിറ്റി. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അതെ ബോഡി ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി. കാണുമ്പോൾ അറിയാം വൃത്തിയായിരിപ്പുണ്ട്. അതെ ആ മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ്. നല്ല വൃത്തി. പിന്നെ ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ല, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഓക്കെ. വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് വണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്കിത് നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറയുമ്പോൾ 89,000 നമുക്ക് കൊടുക്കാം. 89,000 കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നെഗോഷ്യബിൾ ആണ് റേറ്റ്. ചെയ്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, അടുത്തോട്ട് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി വാഗനാർ. അടുത്ത വണ്ടി നമുക്ക് വരുന്ന വാഗനാർ തന്നെയാണ്. ഇതും 2006 മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ 26 വരെ പേപ്പറിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇതിന്റെ കിലോമീറ്റർ എത്രയാണ് വണ്ടിയുടെ? എന്തേ കേട്ടില്ല. കിലോമീറ്റർ 90 കഴിഞ്ഞു. പക്ഷെ 90 കഴിഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. എഞ്ചിനൊക്കെ ആണെങ്കിലും. ഇത് LXi ഡിയോ എന്ന് പറയുന്ന മോഡലാണ്. ഡിയോ എന്ന് പറയുമ്പോൾ ഇതിൽ AC പവർ സ്റ്റിയറിംഗ് 2-door പവർ വിൻഡോടെ വരും. LXiയിൽ തന്നെ പവർ വിൻഡോടെ വരുന്ന മോഡലാണ്. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ. നോക്കുമ്പോൾ വൃത്തിയുണ്ട്. അതെ. ഓക്കെ. ഇന്റീരിയർ നോക്കും സീറ്റ് കവർ ഡാമേജ് ആണ്. ചെറുതായിട്ട് ചെറിയൊരു ഇതുണ്ട്. ഓക്കെ. 2-door പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ എല്ലാം വർക്കിംഗ് ആണ്. AC ഒക്കെ നല്ല കൂളിംഗും ഉണ്ട് വണ്ടി. ഓക്കെ. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അതെ. നമുക്ക് ഇത് എത്ര കൊടുക്കാം ഈ വണ്ടി? ഇത് നമുക്ക് ഒരു 89,000 തന്നെയാണ് നമ്മുടെ ഓഫർ റേറ്റ്. നമുക്ക് നെഗോഷ്യബിൾ ആണ് റേറ്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറാണ്. അതെ. ഓക്കെ. അനന്തു, അടുത്ത വണ്ടി സാൻഡ്രോ. അതെ, അടുത്ത വണ്ടി സാൻഡ്രോ ആണ്. 2008 മോഡലാണ്. 8 മോഡലാണ്. ഓക്കെ. പേപ്പറിലുണ്ട്. 28 വരെ പേപ്പറിലുള്ള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര വണ്ടി? സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 90,000 കഴിഞ്ഞു. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല. ഇല്ല. ഒരു അങ്ങനെ പറയാൻ ഒരു ഡെൻ്റൊന്നും ഇല്ല. പക്ഷെ ഒരു ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു. ഓക്കെ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സീറ്റ് കവർ ഉണ്ട്. കുഴപ്പമില്ല. ഇത് വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ഇഷ്യൂ ഒന്നുമില്ല. നല്ല വണ്ടി തന്നെയാണ്. വേറെ കുഴപ്പമൊന്നും. ഇതിനകത്ത് ACയും പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്നത്? അതെ. ACയും പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നു. ഓക്കെ. AC കൂളിംഗ് കുറവും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വർക്കിംഗ് ആണ്. എല്ലാം കണ്ടീഷനാണ്. പക്ക നല്ല വണ്ടിയാണ്. അപ്പോൾ സാൻഡ്രോ 2008 വണ്ടി, ബ്ലാക്ക് കളർ, 28 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണറാണ്. 90,000 കിലോമീറ്റർ കഴിഞ്ഞു. എത്രയ്ക്ക് കൊടുക്കാം നമുക്കപ്പോൾ? നമുക്കിതൊരു 85 രൂപയ്ക്ക് കൊടുക്കാം. 85 രൂപ. ചോദ്യമാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വണ്ടി വാഗനാറാണ്. ഇത് 2008 മോഡലാണ്. 8 വണ്ടി. അതെ 2008 മോഡൽ സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. ഓക്കെ. 2000 കിലോമീറ്ററും ഇതും 90 കഴിഞ്ഞു കേട്ടോ. 90 കഴിഞ്ഞു. ഇത് നമുക്ക് സെക്കൻഡ് ഓണറാണ് വരുന്നത്. 28 വരെ പേപ്പറോളം ഉണ്ട്. ഓക്കെ. കണ്ടീഷൻ ആവറേജ് ഉണ്ട് അല്ലേ? എന്തോ LPG ചെയ്ത വണ്ടിയാണോ? വാഗനാർ ഡിയോ LX ആണ്. ഇതും AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതെ.
ഇന്റീരിയർ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റാണ് വണ്ടി. ഓക്കെ. വേറെ ഇത് AC പോസ്റ്ററിംഗ് മാത്രമേ ഉള്ളൂ? മാത്രമേ ഉള്ളൂ. LXi ആണ്. LXi. വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. 28 വരെ പേപ്പറിലുള്ള വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർ ആണ്. മൈനോർ സ്ക്രാച്ചസ് അവിടെയൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ചസ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. AC പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല? AC ഒക്കെ കൂളിംഗ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 1,05,000 ചോദിക്കും. നമുക്ക് നെഗോഷ്യബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1.5 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അടുത്ത വണ്ടി ഐട്ടൺ ആണ്. ഇത് വന്നിട്ട് 2009 മോഡലാണ്. 2009 സിംഗിൾ ഓണറാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്? അതെ, ഫുൾ ഓപ്ഷൻ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന മോഡലാണ്. ടയർ നല്ല കണ്ടീഷൻ, അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. സിംഗിൾ ഓണറാണ്, ട്രിവാൻഡ്രം വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 55,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണോ? അതെ, ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് കാര്യങ്ങളെല്ലാം പേപ്പറെല്ലാം ഉണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി? അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ ആണ്. ഷോറൂം സർവീസ് തന്നെയാണ്? അതെ, ഷോറൂം സർവീസ് ആണ്. സിംഗിൾ ഓണർ, ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അതിന്റെ സ്റ്റീരിയോ എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. പക്ക കണ്ടീഷൻ? അതെ, കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന ഇപ്പോൾ ടെസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5 വർഷം പേപ്പർ, 5 വർഷത്തേക്ക് പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് കൊടുക്കാം. ടെസ്റ്റ് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന 1,38,000 ചോദിക്കുന്നത്. 1,38 ആണ്. നമുക്ക് അതിൽ നിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മാക്സിമം നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി ഇയോൺ ആണ്. ഇയോൺ ഇത് വരുമ്പോൾ 2013 മോഡലാണ്. 13 വണ്ടി? 2013 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓക്കെ. കിലോമീറ്റർ 37,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 37,000 ജെന്യൂൻ കിലോമീറ്റർ ആണോ? അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ് വരുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. സർവീസ് കമ്പനിയാണോ പുറത്താണോ? കമ്പനി തന്നെയാണ്. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ അത് വൃത്തിയുണ്ടല്ലോ, കുഴപ്പമില്ല. അതിനകത്ത് സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് AC അല്ലേ? അതെ, AC, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഇത് വേറെ വരുന്നത് എറാ പ്ലസ് ആണ്? ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. എലൈറ്റ് പ്ലസ് ആണ് വരുന്നത്. ഓക്കെ. ഇത് നമുക്ക് 2013 സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കിവിടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 1,45,000 ആണ്. 1,75,000 ആണ്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് 1.5 കയറ്റി കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വണ്ടി ഇയോൺ തന്നെയാണ്. ഇത് വരുന്ന 2018 മോഡലാണ്. 2018 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. സർവീസ് എങ്ങനെ, കമ്പനിയാണോ പുറത്താണോ? കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത്. ഇതും എറാ പ്ലസ് ആണ്. SC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് അല്ലേ? ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ഇന്റീരിയർ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടിയുണ്ട്. ഓക്കെ. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. അതെ. ടയർ കണ്ടീഷൻ എബോവ് 60 to 70%? 60 ഒരു 70% ഉണ്ട് 4 ടയറും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 2,65 ചോദിക്കുന്നു. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2018 മോഡലാണ്. 18 മോഡലിന് 2,65 ആണ്. ഓഫർ പ്രൈസ് തന്നെയാണ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 2018 മോഡലാണ്. നമുക്ക് 2.5-ക്കകത്തൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി ഇയോൺ തന്നെയാണ്. ഇയോൺ ഇത് 2018 മോഡലാണ്. 2018 ഇറാ പ്ലസ് ആണ്. അതെ. ഓക്കെ. 2018 എറാ പ്ലസ്. അതെ. ഓണർഷിപ്പ് കിലോമീറ്ററായി? സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ആയി. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനാണ്. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. സീറ്റ് കവറുണ്ട്, വൃത്തിയായിട്ടുണ്ട്. അതെ. സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല, ഒന്നുമില്ല. അതിന്റെ മൈലേജ് എന്തായാലും ഒരു 18 വരൂലേ? മേളിൽ നമുക്ക് കിട്ടും. നമുക്കൊരു ഹൈവേയിലൊക്കെ ആണെങ്കിൽ 18 മേളിൽ നോക്കാം. ഓക്കെ. അതെ. എല്ലാം പെർഫെക്റ്റ് ആണല്ലോ വണ്ടി? കുഴപ്പമൊന്നുമില്ല. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹിസ്റ്ററി വേണമെന്നുള്ളൊരു ഹിസ്റ്ററി എല്ലാം നമുക്ക് ചെയ്ത് എടുത്തു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുമ്പോൾ 2018 2,45 ചോദിക്കുന്നത്. 2,75. അതിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്ക് 2.5 ഫിനാൻസ് കയറും ചെയ്യാൻ പറ്റും. ഇത് കറന്റ് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഈ റേറ്റിനാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അവർക്ക് വേണ്ട ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം. ഏത് വേണം എടുത്തു കൊടുക്കാം. ഒമിനിയാണോ? ഇത് വരുന്നിട്ട് 2011 മോഡലാണ്. 11 വണ്ടി. 11 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്. കിലോമീറ്റർ
കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ടയർ 4 പുതിയതുണ്ടല്ലേ? അതെ, ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്, നോക്കിയാൽ അറിയാം. ഓക്കെ, ഇന്റീരിയർ വലിയ കുഴപ്പമില്ലല്ലേ? ഇല്ല, അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നും. 2011 മോഡലാണ്, ലോഡ് അടിച്ച് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. 2011 ഓമിനി. സെക്കൻഡ് ഓണർ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര കൊടുക്കാം? നമുക്കിതൊരു 1.15. നമുക്ക് ലാസ്റ്റ് പ്രൈസ് അല്ല, നമുക്ക് നെഗോഷ്യബിൾ ആണ് ചെയ്ത് കൊടുക്കാം. അപ്പം അനന്തു, അടുത്ത വണ്ടി ഓൾട്ടോ. അതെ, ഓൾട്ടോ. ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിലാണ്? അതെ, പാർക്ക് ആൻഡ് സെയിലാണ്. ഇത് സിംഗിൾ ഓണർ ആണ്. മോഡൽ ഏതാ? 2005 മോഡലാണ്. അത് 5 വണ്ടി. അപ്പോൾ ടെസ്റ്റിന് സമയമായോ? ടെസ്റ്റിന് ഈ വർഷം ലാസ്റ്റോളം ടെസ്റ്റ് വരും. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരും അല്ലേ? അതെ. ഓണർഷിപ്പ് എത്രയെന്ന് പറഞ്ഞു? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ട്രിവാൻഡ്രം വണ്ടിയാണ്, KL01 ആണ്. കിലോമീറ്റർ 53. 53,000. അതെ, 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 2005 മോഡലാണ്. ടയർ പക്ഷേ ഫ്രണ്ട് റീസോൾ ആണ് എടുക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം, നല്ല കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുമ്പോൾ കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ആണ് ചോദിക്കുന്നത്. 75 ചോദിക്കുന്നു. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. സംസാരിച്ചെടുത്ത് തരാം. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിച്ച് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരാം. ഒരു പ്രശ്നമുണ്ട്. അടുത്ത വണ്ടി ഈക്കോ കാർഗോ. അതെ, ഈക്കോ കാർഗോ ആണ്. ഇത് വന്ന് 2020 മോഡലാണ്. 20. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണറായി 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അധികം ഹെവി ലോഡൊന്നും അത്യാവശ്യം നല്ല ടയർ എടുപ്പുണ്ട്. ഹെവി ലോഡൊന്നും അടിച്ച വണ്ടിയല്ല, കാർഗോ ആണ്. കാർഗോ ആണ്. ഇന്റീരിയർ നോക്കിയാൽ അറിയാം, നമ്മൾ വേറെ ലോഡൊന്നും അടിച്ച വണ്ടിയൊന്നും അല്ല. അത്യാവശ്യം നല്ല നീറ്റ് തോന്നുന്നില്ല. ഈക്കോ കാർഗോ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. മോഡലുണ്ട്, 2020 മോഡലാണ്. ഓക്കെ, അപ്പം വനന്തു ടെസ്റ്റ് 2 വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, വണ്ടി കിലോമീറ്റർ എത്ര നമ്മൾ പറഞ്ഞു? 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. 2020 മോഡലാണ്. 2020 സെക്കൻഡ് ഓണർ. 38,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയാൻ 3.5 ആണ്. 3.5 നെഗോഷ്യബിൾ ആണല്ലോ? കുഴപ്പമില്ല, നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 2.5-3 രൂപയ്ക്കകത്തൊക്കെ 3 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത വണ്ടി മാരുതി 800 ആണ്. 2007 മോഡലാണ്. 7 വണ്ടി. അതെ, 2007 സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പാണ്? അതെ, സിംഗിൾ ഓണർഷിപ്പാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. AC ഉള്ള വാഹനമാണ്. AC ഉള്ള മോഡലല്ലേ? AC വരുന്നുണ്ട്. ബോഡി ഒരു ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ പക്ഷേ ടയർ കണ്ടീഷൻ ആണ്. ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ബിലോ ആവറേജ് ആണ്, മോശമാണ്. മാറേണ്ടി വരും. കണ്ടീഷൻ കുറച്ച് മോശമാണ്, മാറേണ്ടി വരും. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ ആവറേജ് ക്വാളിറ്റി ഉണ്ട്. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. ഓക്കെ, 2007 വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ ചോദിക്കുന്നത് 69,000 ആണ്. ചോദിക്കുന്ന പോലെ നെഗോഷ്യബിൾ ആണ്, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ, ശരി, അടുത്ത വണ്ടി നോക്കാം. ടെറാനോ? അതെ, 2014 മോഡലാണ്. 14 വണ്ടി. അതെ, 14 മോഡൽ 85 ആണ്. 85 PS. ഇത് എക്സ്ട്രാ അലോയ്സ്, ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 85 PS ആണല്ലേ? 85 PS ആണ്. അതെ, 85 ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണറാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണ്. ഡീസൽ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? മാനുവൽ. റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലേ? എക്സ്ട്രാ ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ, സ്പീക്കർ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, പോസ്റ്ററിങ് മാനുവൽ വണ്ടി അല്ലേ? അതെ, മാനുവലാണ്. ഇത് പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൽ 2014 മോഡലാണ്. ഇതിൽ കസ്റ്റമർ ആസ്കിംഗ് എന്ന് പറയുമ്പോൾ 3.25 ആണ്. 3.25 ആണ് ചോദിക്കുന്നത്. നമുക്ക് ജെന്യൂൻ ബയേഴ്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. ഫിനാൻസ് എങ്ങനെ വരും? അപ്പോൾ ഫിനാൻസ് നമുക്കൊരു 3 രൂപയ്ക്കകത്തൊക്കെ ചെയ്ത് കൊടുക്കാം. 2-2.5 എന്തായാലും എടുത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം അനന്ത വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പുതിയ സ്റ്റോക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. യെസ്, ഉറപ്പായിട്ടും കാണാം.